ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ ഹെവി വ്ളോഗ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അനൂപയുടെയും ജിജോയുടെയും വീട്ടിലാണ്. അപ്പം ഞങ്ങളൊരു മെറ്റേണിറ്റി ഷൂട്ടിന് വന്നതാണ്. അപ്പം ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചെറിയ ഷൂട്ടും ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ടായിരിക്കും. കുഞ്ഞൂസ് ഇതിനകത്ത് കയറിയിട്ട് ഇത്രയും നേരം മീക്കലിനായിട്ട് കളിയായിരുന്നേ. ഇപ്പം ഞങ്ങൾ 2 കാറിലാണ് പോകുന്നത്. അപ്പം കുഞ്ഞൂസ് ചേച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവിടെ ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി നമുക്ക് അവിടെ മീറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇത് നമ്മൾ തന്നെ കാർഡിട്ടിട്ട് നമ്മൾ തന്നെ എമൗണ്ട് അടിച്ചിട്ട് ഇത് ചെയ്യണം കേട്ടോ. You can start filling at maximum 60 at pump 2. Okay. പമ്പ് 2-ൽ നമുക്ക് ഡീസൽ അടിച്ച് ഫില്ല് ചെയ്യാമെന്നാണ് പറയുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഷീല പാലസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫയിലാണ് കേട്ടോ. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇജോ ബ്രോ, ഏതാ നല്ലത്? ഇതപ്പം, പൊറോട്ടയുണ്ട്, മസാല ദോശ, വട, ബട്ടൂര, ഇഡ്ഡലി, പുട്ട്, ഇഷ്ടംപോലെ ഐറ്റം ഉണ്ട്. കുഞ്ഞിനെന്ത് വേണ്ട? പൊറോട്ട വേണോ? എടുക്കാം. ഞാനങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുവാണേ. നീ എന്തോ എടുത്ത? ബട്ടൂർ എടുത്ത? പതിയെ കഴിക്കാമല്ലോ, പക്ഷെ കഴിക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ കേട്ടോ. നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് ഇവിടെ. നല്ല ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് ഹെവി ആയിട്ട് കഴിക്കുന്നവർക്ക് ഇഷ്ടം പോലെ കഴിക്കും. കുഞ്ഞൂസിന് പൊറോട്ട മതി. അല്ലേ, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാനൊരു മസാല ദോശയും വടയും എടുത്തത്. ഇനിയിപ്പോൾ അടുത്ത ബട്ടൂറ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ബട്ടൂര അങ്ങനെ, നമ്മുടെ നാട്ടിൽ ബട്ടൂര ഇല്ലല്ലോ ശരിക്കും അല്ലേ? ഹായ് പറഞ്ഞോ. പേരെങ്ങനെ ബ്രോ? പേര് അനിൽ. എത്ര നാളായി അയർലൻഡിൽ വന്നിട്ട്? ഞാൻ വന്നിട്ട് ഇപ്പോൾ 3 മാസം. ഓക്കെ. വന്നിട്ട് 1 year ആവുക. വൈഫിൻ്റെ പേര് ഗിൽഡ. ഓക്കെ. ഇവിടെ വാട്ടർഫോർഡ് ഹോസ്പിറ്റലിൽ. മോളുടെ പേര് പറഞ്ഞേ? ഓ, ഓക്കെ. അപ്പോൾ കണ്ടതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഷീല പാലസിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ജിജോയും അനൂപയും മീക്കലും കുഞ്ഞൂസും ലച്ചുവും അപ്പോൾ നമ്മളെല്ലാവരുമായിട്ട് നമ്മൾ ഇനി ഓരോ ലൊക്കേഷനിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ചെറിയൊരു മഴയുടെ ഇതുണ്ട്, ക്ലൗഡിയാണ്, പക്ഷെ കുഴപ്പമില്ല. ഇവിടെയൊക്കെ കിട്ടുന്ന നല്ല നല്ല ലൊക്കേഷൻസിലൊക്കെ ഓരോ ഫോട്ടോ എടുക്കാം.
കെയർഫുൾ. ഓ മൈ ഗോഡ്. Well done. ഓഹ്, ഇത് ചവിട്ടിയാണോ കയറിയത്? Slide. ഇനി സ്ലൈഡ് ചെയ്ത് വരും. ഫ്രണ്ട്സ്, നമ്മൾ സിറ്റിയിലെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഈ പീപ്പിൾസ് പാർക്കിലേക്ക് വന്നു കേട്ടോ. ഇത് വാട്ടർഫോർഡിലെ പീപ്പിൾസ് പാർക്കാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് കുഞ്ഞൂസിനെ കളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളല്ലാതെ ഇവിടെ നിന്ന് കുറച്ച് പച്ചപ്പിൻ്റെയൊക്കെ സെൻറ്ററിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഇപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കുഞ്ഞൂസിനെ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ നടത്തുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അവൾക്ക് കുറച്ച് ടൈം കൊടുക്കുവാണ് അവൾക്ക് ഇവിടെ കളിക്കാൻ വേണ്ടി. മീക്കലും അവരും എല്ലാവരും കൂടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പം കുഞ്ഞൂസിനെ ഇവിടെ കുറച്ച് കളിപ്പിച്ചിട്ട് ഞങ്ങളങ്ങ് അവരുടെ വീട്ടിലേക്ക് പോകും. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. സിറ്റിയുടെ സെൻറ്ററിൽ തന്നെ ഉള്ള പാർക്കാണ്. കുഞ്ഞു നമ്പർ പറഞ്ഞേ. ഇത് എത്രന്ന് പറഞ്ഞേ? 1 എത്രന്ന് പറഞ്ഞേ? പിന്നെ ഇതൊക്കെ ഇതെത്ര? ഓ, ആരോ വന്ന് നിൽക്കുന്നതേ പറയത്തു. സ്റ്റോപ്പ്. അതെത്ര? ഇനി അടുത്ത് പോയി. കേറിക്കോ. ആ, കൊള്ളാം. ഇതെല്ലാ പിള്ളേരും കൂടി ഇരുന്ന് പിരിപ്പ് കാണിക്കാനുള്ള മെഷീൻ അത്. എവിടെ ഇരിക്കുവോ? എവിടെ? ഓഹോയ്. ഫ്രണ്ട്സ്, ഇവിടെ എല്ലാം പാർക്കാണ്. ടോഡ്ലർ പാർക്കുണ്ട്, അല്ലാത്ത ഇച്ചിരി കൂടെ വലിയ പിള്ളേർക്കുള്ള പാർക്കുണ്ട്. ഇവിടെ സ്കേറ്റിംഗ് ഷൂവും അതൊക്കെ ഇട്ടിട്ട് സ്കേറ്റ് ചെയ്യാനുള്ള പ്ലേസാണ് കേട്ടോ. ഇവിടെ പക്ഷെ നമുക്കിത് അറിയത്തില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇപ്പം കുഞ്ഞൂസിനൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പഠിച്ചെടുക്കാം. കാരണം കുഞ്ഞിലേ മുതലേ ആ ഒരു ട്രെയിനിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അതുപോലെ ലിമറിക്കിലൊക്കെ ഇങ്ങനത്തെ ഉള്ള പ്ലേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ സ്കേറ്റ് ചെയ്യാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കുഞ്ഞൂസിന് എന്തൊക്കെ വേണം? സ്കേറ്റിംഗ് ഷൂ വേണോ? സ്കേറ്റിംഗ് ഷൂ വേണം. ബൈക്ക് വേണം? ബൈക്ക് വേണ്ട. സ്കേറ്റ് വേണം. വേറെന്ത് വേണ്ട? ഉറങ്ങിപ്പോയോ?